ഇന്ന് നമ്മൾ ഒരു പറഗോളയുടെ വർക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഈ കാണുന്ന രീതിയിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ പറഗോള ഡിസൈൻ എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഗോളയുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ ആദ്യം റൂഫ് ചെയ്യണം. അപ്പോൾ റൂഫ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ നമ്മൾ ഫുള്ള് ഇത് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഷീറ്റ് ഇടുന്നു. ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ ഫുള്ള് 3 കുന്നനയുടെ പൈപ്പ് ഫുള്ള് കുത്തനെ അടിച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ഏരിയയിൽ ഷീറ്റ് ഇടുന്നുണ്ട്. 18 അടിയുടെ ഷീറ്റാണ് നമുക്ക് ഇടാനുള്ളത്. അതെല്ലാം ഫോർസോൻ്റെ ഷീറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഷീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് പറഗോളയുടെ വർക്കാണ്. അപ്പോൾ തൂണെല്ലാം ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം കട്ട് ചെയ്തിട്ട് റെഡിയാക്കുകയാണ്. അതായത് വാർപ്പ് കട്ട് ചെയ്തിട്ട് അടിയിലൊരു പട്ട വെച്ചിട്ട് ഫുള്ള് വെൽഡ് ചെയ്യാനുള്ള പരിപാടിയാണ്. ഓരോന്നിനും സെപ്പറേറ്റ് ബോൾട്ട് അടിക്കാണ്ട്. അപ്പോൾ അതിൻ്റെ മേലെ അടിച്ച് സെറ്റാക്കുക. എന്നിട്ട് സിമെൻ്റ് ഇട്ട് റെഡിയാക്കി കൊടുക്കാനുള്ള പരിപാടിയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് തന്നെ പൈപ്പെല്ലാം മുറിച്ച് പ്രൈമറിൽ അടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാരണം വലിയ വെൽഡിങ് വരുന്നില്ല. അടിയിലും മേലെയും മാത്രം ഓരോ വെൽഡിങ്ങേ വരുന്നില്ല, ഇടക്കൊന്നുമില്ല. അതുകൊണ്ട് ഫുള്ള് പുറത്തോട്ട് തന്നെ പെയിൻ്റൊക്കെ അടിച്ചിട്ട് കയറ്റുകയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ടോപ്പിലെ പണിയും താഴെ പണിയും ഒന്നിച്ച് നടക്കുകയാണ്. ഷീറ്റ് ഇട്ടിട്ടില്ല. ഷീറ്റ് ഇട്ട് കഴിയുമ്പോൾ വെൽഡിങ് ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട്, കാരണം മേലെ നമുക്ക് പിടിക്കാനൊക്കെ ഉള്ള നമ്മൾ ഷീറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ടോപ്പ് വെൽഡിങ് എല്ലാം ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വർക്ക് കഴിഞ്ഞിട്ട് ഈ ഡിസൈൻ കണ്ടിട്ടൊന്നും അഭിപ്രായം പറയണം. ഇത് നല്ല രസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു കൺഫ്യൂഷനുള്ളൊരു വർക്കായിരുന്നു. ചെയ്ത് കഴിയുമ്പോൾ ഇത് ഈ കണ്ടീഷനിൽ വരും. അപ്പം എങ്ങനെയാണെന്നുള്ളത്, ഇത് ബോറാണോ എന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണം. കാരണം കുറച്ച് ഹെവി പൈപ്പല്ലേ വെച്ചിരിക്കുന്നത്. കാരണം ഫുള്ളായിട്ട് മറിഞ്ഞു പോയി കുറച്ച് ചിലവ് ഉള്ള ഒരു വർക്കുമാണ്. അപ്പം മൊത്തത്തിൽ ഗ്രിൽസ് പോലെയൊന്നും വെക്കാണ്ടെന്നുള്ള രീതിയിൽ 2ാം നിലയുടെ മുകളിൽ ചെയ്തെടുക്കുന്ന ഒരു വർക്കാണ്. ഒരു ഓപ്പൺ സ്പേസാണ്, മറിച്ചെടുത്തുനിന്ന് മാത്രം. അപ്പം ഗ്രിൽസൊന്നായിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൃത്തികേടായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് പറയണം. അപ്പോൾ നമ്മുടെ വർക്കെല്ലാം ഏകദേശം കംപ്ലീറ്റ് ആകാനായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ വർക്ക്. അപ്പോൾ ഇതുപോലെയുള്ള വർക്കുകൾക്ക് വേണ്ടി നമ്മളെ കോൺടാക്റ്റ് ചെയ്യണം. നമ്മൾ കണ്ണൂർ ജില്ലയിലാണ്. നമ്മൾ വെൽഡിങ് സംബന്ധമായ ഒട്ടുമിക്ക വർക്കുകളും നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതുപോലെയുള്ള വർക്കുകൾ നമ്മൾ ഇനിയും നമ്മുടെ പേജിലിടുന്നതായിരിക്കും. അപ്പം അത് കാണാൻ വേണ്ടി നമ്മൾ ഫോളോ ചെയ്ത് വെക്കുക. അതുപോലെ നിങ്ങൾ വലിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നന്ദി.